നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കല്യാണം നടത്തുന്നതിന് ഞങ്ങൾക്ക് സന്തോഷം. അതേ അഭിപ്രായം തന്നെ എനിക്കും. ആവശ്യമില്ലാത്ത ഏർപ്പാടായിരുന്നു. കാര്യങ്ങള് കുഴപ്പത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ചു കയറാം. ഇതിനൊരു പരിധിയുണ്ടല്ലോ, അവിടെ വരെ നോക്കാം. ഇവനും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും വരുത്തി തീർക്കാൻ ഇത്രയും വലിയൊരു ഡ്രാമ വേണ്ടായിരുന്നു. എന്നാ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ ജഗദീഷ് ചേട്ടാ. അതെ, ഇരു കൂട്ടർക്കും ഈ കല്യാണത്തിന് 100% സമ്മതമായ സ്ഥിതിക്ക് ഇനി മറ്റു തീരുമാനങ്ങൾ എടുക്കരുതോ? എൻഗേജ്മെന്റ്, കല്യാണ തീയതി കുറിപ്പിക്കല്. അല്ല, കല്യാണം ഉറപ്പിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ കൂടെ തീരുമാനമാവണ്ടേ? മനസ്സിലായില്ല. താരക ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വ്യക്തമായിട്ടൊക്കെ പറയൂ താരക. തനിക്ക് അഭിപ്രായം ഇല്ലയോടോ പണിക്കരെ? എന്താന്ന് വെച്ചാൽ തനിക്ക് തുറന്നു പറഞ്ഞൂടെ? ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് അങ്ങ് വിട്ടുകൊടുക്കുന്നതല്ലേ കൈബിളായിട്ട് അതിന്റെ ബുദ്ധി. സത്യം പറഞ്ഞ ഈ മന്മഥന് അവിടെ വരാൻ തയ്യാ സ്ഥാനം. ഇവരവിടെ രാജ്ഞിയും ഇയാള് പഠനമാ. ഞാൻ തുറന്നു പറയാലോ, എന്റെ മകന് എന്ത് സ്ത്രീധനം കൊടുക്കുമെന്നാ ഞങ്ങൾക്കറിയേണ്ടത്. ഒരു പൈസ സ്ത്രീധനം തരില്ല. സ്ത്രീധനം എന്ന വാക്ക് നിയമവിരുദ്ധമാണ്. സ്ത്രീകളെ നാണം കെടുത്താൻ ഉപയോഗിക്കുന്ന വാക്ക സ്ത്രീധനം. ഞങ്ങൾ മാന്യന്മാരാരും സ്ത്രീധനം കൊടുക്കാറുമില്ല, വാങ്ങാറുമില്ല. മനസ്സിൽ കരുതിയത് വടികുത്തി പിടിച്ചെന്നാ തോന്നുന്നത്. പക്ഷേ എന്റെ പേരക്കുട്ടിക്ക് വിവാഹ സമ്മാനമായി ഞാൻ 1 കോടി രൂപ നൽകും. രാമേട്ടാ, 1 കോടി. അവളുടെ മുഖം കണ്ടില്ലേ? കണ്ടവരുടെ കാശ് തട്ടിയെടുക്കാൻ എന്തൊരു സന്തോഷം. എന്റെ മകൾക്ക് അവളുടെ ശരീരത്തിൽ ഇടാവുന്നതിനേക്കാൾ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഞാനും കൊടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.